നമസ്കാരം. പിണറായിസ്റ്റുകളിൽപ്പെട്ടവരും പിണറായിസ്റ്റ് സ്തുതിപാഠകരുമാണെങ്കിൽ പീഡനം എത്ര ഗൗരവമുള്ളതാണെങ്കിലും പ്രശ്നമല്ല എന്നുള്ള ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കെ.പി. ഗണേഷ് കുമാറിൻ്റെ പീഡന വിവരം പൊതുസമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച വന്നിരുന്ന ഒരു കാര്യമാണ്. അതായത് കേരളത്തിൻ്റെ സംസ്ഥാനത്തെ മന്ത്രി മന്ദിരത്തിൽ നടന്ന ഒരു അവിഹിത വീഴ്ച, അത് കയ്യോടെ മന്ത്രിയുടെ ഭാര്യ തന്നെ പിടികൂടി പൊതുമണ്ഡലത്തിൽ വളരെ ക്ലിയറായിട്ട് വ്യക്തമായിട്ട് അവർ പൊതുമണ്ഡലത്തെ അറിയിച്ചിട്ട് ആ ഒരു സംഭവം മുക്കിക്കളയുന്ന പിണറായിസ്റ്റ് സർക്കാർ. ഈ പിണറായിസ്റ്റുകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ പീഡകരെ സംരക്ഷിക്കുന്നത്. എന്നിട്ടാണ് ഇവർ പറയുന്നത് ഞങ്ങൾ സ്ത്രീ സംരക്ഷകരാണ്, സ്ത്രീകൾക്ക് വേണ്ടി നിലപാടെടുക്കുന്നവരാണ്, സ്ത്രീ നന്മയ്ക്ക് വേണ്ടിയിട്ട്, സ്ത്രീ സൗഹൃദത്തിന് വേണ്ടിയിട്ടും സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരാണെന്നുള്ള വീരവാദം കൂടെ കൂടി തട്ടിവിടുന്നത്. കെ.പി. ഗണേഷ് കുമാർ ഇപ്പോൾ തൽക്കാലം രാജിവെക്കേണ്ടതില്ല എന്ന് പിണറായിസ്റ്റ് മന്ത്രിസഭ തീരുമാനിച്ചിട്ടുള്ളതായിട്ടാണ് ഏറ്റവും പുതിയ വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ആ ഒരു സംഭവം നടന്നതിനെപ്പറ്റി വളരെ കൃത്യമായിട്ട് ഈ കഴിഞ്ഞ ദിവസം പൊതുമണ്ഡലത്തിൽ ഈ മന്ത്രിയുടെ ഭാര്യ തന്നെ വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് അവർ ബോധ്യപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവം ഇവിടെ പൊതുമണ്ഡലത്തിൽ നിലനിൽക്കുമ്പോൾ പോലും കൂടെ അത്തരം സംഭവങ്ങളൊന്നും അത്ര ഗൗരവം ഉള്ളതല്ല, അല്ലെങ്കിൽ അത്ര ഗൗരവം കാണേണ്ടതല്ല എന്നുള്ള പിണറായിസ്റ്റ് സർക്കാർ നിലപാട് ഇത് തന്നെയാണ് ശരിക്കും ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. പിണറായിസ്റ്റുകൾക്ക് വിരുദ്ധമായിട്ടുള്ള ചേരിയിൽപ്പെട്ടവരാരാണെങ്കിൽ പോലും അവർക്കെതിരെ ഒരു നിഴൽ പരാതി പോലും വന്നു കഴിഞ്ഞാൽ പിണറായിസ്റ്റ് സർക്കാർ എത്ര അതിശക്തമായിട്ടാണ് നിലപാടെടുക്കുന്നതെന്ന് നമ്മളൊന്ന് സൂക്ഷ്മമായി പരിശോധിച്ച് കഴിഞ്ഞാൽ വ്യക്തമാകുന്ന ഒരു കാര്യമാണ്. ഏതൊരു വ്യക്തികൾക്കാണെങ്കിൽ പോലും ഇവിടെ പിണറായിസ്റ്റുകൾക്ക് എതിരായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ അതിശക്തമായ നിയമ നടപടിയും അറസ്റ്റും കോടതിയും അതുപോലുള്ള മറ്റെല്ലാ നൂലാമാലകളും അതിനേക്കാളെല്ലാം ഉപരി പിണറായിസ്റ്റുകളുടെ പിണിയാണുകളായിട്ടുള്ള കുറേ കുഴലൂത്ത് വർഗം, ആ രീതിയിൽ തന്നെ പറയാവുന്ന രീതിയിലുള്ള ഒരു വിഭാഗം ഈ കേരള സമൂഹം അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ കിടന്നുകൊണ്ട് കാട്ടിക്കൂട്ടുന്ന അഴിഞ്ഞാട്ടങ്ങൾ എത്രമാത്രം അപഹാസ്യമാണ്. അത്തരം കാര്യങ്ങൾക്കൊക്കെ അവരുടേതായ ഭാഗങ്ങളെല്ലാം ന്യായീകരിക്കുകയും അത്തരം പ്രവർത്തനങ്ങളെല്ലാം ഏർപ്പെടുത്തുകയും നടത്തുകയും ചെയ്യുമ്പോൾ അവരുടെ കൂട്ടത്തിൽപ്പെട്ടവർ അത് എത്ര അപഹാസ്യമായ രീതിയിലാണെങ്കിൽ, എത്ര വൃത്തികെട്ട, എത്ര മ്ലേച്ഛമായ രീതിയിലാണെങ്കിൽ പോലും കൂടെ അതിനൊന്നും യാതൊരു ഗൗരവം കാണിക്കുന്നില്ല എന്നുള്ളത് ഇവിടെ പൊതുസമൂഹത്തിനെ നോക്കി നിന്നോട്ട് കൊഞ്ഞനം കുത്തുന്നതിന് സമമല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു മന്ദിരത്തിലാണെന്ന് കണക്കൂട്ടണം. പൊതുസമൂഹത്തിൻ്റെ അല്ലെങ്കിൽ പൊതുജനത്തിൻ്റെ നികുതിപ്പണം കൊണ്ട് വാഴുന്ന മന്ത്രിയും ആ മന്ദിരവും അവിടെ നടക്കുന്ന അഴിഞ്ഞാട്ടവും അവിടെ നടക്കുന്ന അവിഹിത വീഴ്ചയുമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടും മന്ത്രിയുടെ ഭാര്യ തന്നെ പൊതുമണ്ഡലത്തിലേക്ക് കൃത്യമായിട്ട് തെളിവുകളോട് കൂടി അറിയിച്ചത്. അതിനേക്കാളെല്ലാം ഉപരി ഇവിടുത്തെ കേരളത്തിൻ്റെ സംസ്ഥാന മുഖ്യമന്ത്രിയും കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയുമായ മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ ശ്രീ പിണറായി വിജയൻ്റെ മകളെ തന്നെ ഈ മന്ത്രിയുടെ ഭാര്യ നേരിട്ട് വിളിച്ച് പറയുന്നത്. ആ മകൾ എന്ന് പറയുന്നത് കേരള സംസ്ഥാനത്തിൻ്റെ മറ്റൊരു വകുപ്പ് മന്ത്രിയുടെ, അതായത് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയുടെ ഭാര്യ കൂടിയാണ്. അപ്പോൾ ഒരു മന്ത്രിയുടെ ഭാര്യയും മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെ മകളുമായ ആ സ്ത്രീയോട്, വീണ വിജയനോട് അല്ലെങ്കിൽ വീണ റിയാസിനോട് കൃത്യമായിട്ടും ഈ അവിഹിതം വീഴ്ച നടത്തപ്പെട്ട മന്ത്രിയുടെ ഭാര്യ തന്നെ നേരിട്ട് വിളിച്ച് പറഞ്ഞിട്ടും ആ കേസുകളെല്ലാം മുക്കിക്കളയുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ അതൊന്നും കേസാക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അത്ര ഒരു മന്ത്രിയെ നമുക്ക് ഒരു രീതിയിലും ശാസിക്കുകയോ അല്ലെങ്കിൽ ആ ഒരു മന്ത്രിയെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കി നിർത്തുകയോ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വരുമ്പോൾ ഇവിടെ ഈ പൊതുസമൂഹത്തിൻ്റെ നികുതിപ്പണം കൊണ്ട് മന്ത്രിക്ക് അഴിഞ്ഞാടാനായിട്ടും അല്ലെങ്കിൽ മന്ത്രിക്ക് അവിഹിത വീഴ്ച നടത്താനായിട്ടുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്ന ഒരു സംവിധാനമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സംസ്ഥാന സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ശരിക്കും ഇവിടുത്തെ ഈ DYFIക്കാർക്കൊന്നും ഈ കാര്യത്തിനകത്തുനിന്ന് യാതൊരുവിധ പ്രതികരണവും ഇല്ലാത്തത്? എനിക്ക് പറയാനുള്ള DYFI എന്ന ആ ഒരു സംഘടനയെപ്പറ്റി നിങ്ങൾ തന്നെ സ്വയം ഒന്ന് വിലയിരുത്തുക. അതൊരു സ്വതന്ത്ര സംഘടനയായിരുന്നു. ഇപ്പോൾ ശരിക്കും ആ സംഘടനയുടെ പേര് മാറ്റിയിട്ട് യൂത്ത് പിണറായിസ്റ്റ് ഫെഡറേഷൻ ഓഫ് കേരള എന്നോ, അതായത് YPFK എന്നോ അങ്ങനെ വേണമെങ്കിൽ ഇടാം. അതല്ലെങ്കിൽ മറ്റൊരു രീതിക്ക് ഇടുക, കേരള പിണറായിസ്റ്റ് യൂത്ത് ഫെഡറേഷൻ എന്നിടുക, KPYF അങ്ങനെ ഇട്ടാലും മതി. കാരണം നിങ്ങൾക്ക് യോജിക്കുന്ന ഒരു പണിയും പ്രവർത്തനവും അതുതന്നെയാണ്. അതായത് പിണറായിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് മാത്രം സ്തുതി പാടുക, കുഴലൂത്ത് നടത്തുക, അതല്ലേ നിങ്ങൾ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഈ പിണറായിസ്റ്റിന് എതിർ ഭാഗത്തുള്ളവർ ഏതെങ്കിലും ഒരു കടുകുമണിയോളം ഒരു തെറ്റോ എന്തെങ്കിലും ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ പോലും കൂടെ നിങ്ങൾ ഈ കേരള സമൂഹം മൊത്തം കിടന്നുകൊണ്ട് പ്രകമ്പനം കൊള്ളത്തക്ക രീതിയിൽ അഴിഞ്ഞാട്ടങ്ങൾ നടത്തുന്നു, എന്തെല്ലാം ആഭാസങ്ങൾ കാട്ടിക്കൂട്ടുന്നു.
എന്നാൽ പിണറായിസ്റ്റിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഇത്തരം തെറ്റുകൾക്കെതിരെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു ചെറു വിരൽ എങ്കിലും അനക്കാനായിട്ട് തോന്നിക്കുന്നില്ല? അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ആ സംഘടനയ്ക്ക് ഇടാവുന്ന പേര് DYFI എന്നുള്ളതല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരള പിണറായിസ്റ്റ് യൂത്ത് ഫെഡറേഷൻ എന്ന് തന്നെയാണ്. KPYF എന്നുള്ള പേര് ആക്കി ഇടുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിലവിൽ ഇപ്പോൾ DYFI എന്ന ലേബലിൽ അറിയപ്പെടുന്നവരോട് പറയാനുള്ളൂ. കാരണം കഴിഞ്ഞ ദിവസം വീണ ജോർജ് എന്ന ആരോഗ്യ വകുപ്പ് മന്ത്രി കണ്ണൂർ നടത്തിയ ഒരു ആഭാസ നാടകം, അതായത് ഒരു കരിങ്കൊടിയുടെ നിഴൽ പോലും കാണുന്നതിന് മുമ്പേ പെടലി ഒളുക്കിപ്പോയി അല്ലെ പെടലി വെട്ടിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ICUവിൽ അഡ്മിറ്റായ വീണ ജോർജിന് വേണ്ടിയിട്ട് ഇവിടെ ഈ പറയപ്പെട്ട DYFIയുടെ ലേബലിൽ അറിയപ്പെടുന്ന ഈ കേരള പിണറായിസ്റ്റ് യൂത്ത് ഫെഡറേഷൻ കാട്ടിക്കൂട്ടിയ നാടകങ്ങളും അവർ നടത്തിയ പ്രകടനങ്ങളും അവർ നടത്തിയ അഭ്യാസങ്ങളും അതുപോലെ തന്നെ കൊല്ലത്ത് ചിന്താ ജെറോമിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ അശ്ലീല ആഭാസ പ്രകടനങ്ങളും മുദ്രാവാക്യങ്ങളും തന്തയില്ലാ നേരത്ത് അമ്മയ്ക്കുണ്ടായ ഡാഷുകളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞ ആ മുദ്രാവാക്യങ്ങളൊന്നും ഈ KB ഗണേഷ് കുമാർ ഈ മന്ത്രിമന്ദിരത്തിൽ നടത്തിയ ഈ അശ്ലീല അവിഹിത വേഴ്ചയ്ക്ക് എതിരെ നിങ്ങൾക്ക് ശബ്ദിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും യോജിക്കുന്ന പേര് DYFI എന്നല്ല, നിങ്ങൾക്ക് യോജിക്കുന്ന ഏറ്റവും നല്ല പേര് KPYF എന്ന് തന്നെയാണ്. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് കേരള പിണറായിസ്റ്റ് യൂത്ത് ഫെഡറേഷൻ എന്ന് തന്നെ ഇടുക. അതാണ് നിങ്ങൾക്ക് ഏറ്റവും യോജിക്കുന്ന പേര്. കാരണം ആ ഒരു പ്രവർത്തനമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും അനീതിക്കെതിരെ, അഴിമതിക്കെതിരെ, അക്രമത്തിനെതിരെ ഒന്നുമല്ല നിങ്ങളുടെ മുദ്രാവാക്യം. നിങ്ങളുടെ മുദ്രാവാക്യം ആകെപ്പാടെ പിണറായിസ്റ്റുകൾക്ക് എതിരെ നിൽക്കുന്നവർക്കെതിരെയുള്ള ഒരു മുദ്രാവാക്യം എന്നുള്ളതിൽ കഴിഞ്ഞ് പിണറായിസ്റ്റുകളുടെ സ്തുതിപാഠകർ അവരെത്രയെല്ലാം അവിഹിതം നടത്തിക്കഴിഞ്ഞാലും എന്തെല്ലാം ആഭാസങ്ങൾ നടത്തിക്കഴിഞ്ഞാലും നിങ്ങൾക്കൊന്നും യാതൊരു പ്രശ്നവുമല്ല. ഈ മന്ത്രിയുടെ ഭാര്യ ശരിക്കും പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനോട്, അതുപോലെ തന്നെ ഇവിടുത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, ടൂറിസം വകുപ്പ് മന്ത്രി റിയാസിൻ്റെ ഭാര്യയായ വീണ റിയാസിനോട്, രണ്ടും ഒരാൾ തന്നെ, വീണ വിജയനും വീണ റിയാസും ഒരാൾ തന്നെ, അവരോട് കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കി ബോധ്യപ്പെടുത്തിയത്, തെളിവുകൾ സഹിതം അവരെ ബോധ്യപ്പെടുത്തിയത് ഇവിടുത്തെ DYFI എന്ന ലേബലിൽപ്പെട്ടവരാരും അറിയാഞ്ഞിട്ടാണ്. അതിനെതിരെ നിങ്ങൾക്ക് എന്തുകൊണ്ട് പ്രതികരിക്കാനായിട്ട് തോന്നിക്കുന്നില്ല? അത് തന്നെയല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പിണറായിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് സ്തുതി പാടുക എന്നുള്ള ഒരൊറ്റ അജണ്ട മാത്രമേ നിങ്ങൾക്കുള്ളൂ എന്നുള്ളത് വരുത്തി തീർക്കുന്നത്. നമുക്കറിയാലോ, ഇതിനു മുമ്പാണെങ്കിൽ പല പ്രതിപക്ഷത്തുള്ള MLA-മാരുടെ വിഷയത്തിനകത്താണെങ്കിൽ നിങ്ങൾ ഏതെല്ലാം രീതിയിലുള്ള പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും പൊതുസമൂഹത്തിൽ എത്രയെല്ലാം അഴിഞ്ഞാട്ടങ്ങളും നടത്തുന്നു. അപ്പോൾ ഇതിനെതിരെ ഈ KB ഗണേഷ് കുമാറിൻ്റെ ഈ മന്ദിരത്തിലെ അവിഹിതത്തിനെതിരെ നിങ്ങൾക്ക് പ്രതികരിക്കാനായിട്ട് യാതൊരുവിധ ശബ്ദവും നിങ്ങളിൽ ഉരുത്തിരിഞ്ഞു വരുന്നില്ല എങ്കിൽ നിങ്ങളുടെ സത്യസന്ധത, നിങ്ങളുടെ ആത്മാർത്ഥത, നിങ്ങളുടെ ആ ഒരു ഇൻറ്റഗ്രിറ്റി അത് തന്നെയല്ലേ ഇവിടെ കൃത്യമായിട്ട് ചോദ്യം ചെയ്യപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിൽ അവരെ അറിഞ്ഞ കാര്യങ്ങൾ പോലും കൂടെ അവർ മറച്ചു വെക്കുമ്പോൾ, കാരണം അവരുടെ പേരിൽ ഇതിനു മുമ്പും പല ആരോപണങ്ങൾ വന്നിരിക്കുന്നത് നമുക്കറിയാം. സ്പ്രിംഗ്ലർ കേസിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഒരു പ്രധാന പ്രതിയായിട്ട് വന്നിരിക്കുന്ന കാര്യം നമുക്കറിയാം. അതുപോലെ തന്നെ മാസപ്പടി കേസിൽ, അങ്ങനെ പല വിഷയങ്ങളിനകത്ത് അവർ രംഗപ്രവേശനം ചെയ്ത് ഇരിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ ഈ ഒരു വിഷയത്തിനകത്ത് പോലും കൂടെ അവരെടുത്തിരിക്കുന്ന നിലപാട് എത്ര സ്ത്രീ വിരുദ്ധമായ ഒരു നിലപാടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ കാര്യത്തിനകത്തൊന്നും നിങ്ങൾക്ക് യാതൊരുവിധ പ്രതികരണവും ഇല്ല എന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെയൊക്കെ ആ ആത്മാർത്ഥത എന്ന് പറയുന്നത് പൊതുസമൂഹത്തിനെ നോക്കി കൊഞ്ഞനം കുത്തി കാണിക്കുന്നതിന് തുല്യമാണ്. നിങ്ങൾക്ക് യോജിക്കുന്ന പേര് ഒരിക്കലും DYFI എന്നല്ല, നിങ്ങൾക്ക് യോജിക്കുന്ന യഥാർത്ഥ പേര് കേരള പിണറായിസ്റ്റ് യൂത്ത് ഫെഡറേഷൻ KPYF എന്ന ഒരു പേര് നിങ്ങൾക്ക് സ്വീകരിക്കുകയാണ് നല്ലത്. ആ ഒരു പ്രവർത്തനമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. കാരണം KB ഗണേഷ് കുമാറിനെ പോലുള്ളവർക്ക് വേണ്ടിയിട്ട് കൊള്ളൂത്ത് പണി നടത്താൻ മാത്രമേ നിങ്ങളെക്കൊണ്ട് ഇനി കൊള്ളാവുള്ളൂ. നിങ്ങൾ ഇനി പറയുന്ന ഈ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനത്തിനെതിരെ നിങ്ങൾ പ്രതികരിക്കും, നിങ്ങൾ പൊതിച്ചോറ് കൊടുക്കും എന്നൊക്കെ പറയുന്നത് വെറും ഒരു മുഖം മൂടി അണിഞ്ഞ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യാതൊരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു സംഘടനയുടെ ഒരു പ്രവർത്തനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.